അപ്പോഴത്തേ നമ്മൾ വന്ന് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത് ആ ഒരു മൗണ്ട് ആബുവിൻ്റെ മലനിരകളാണ് വേണ്ട ആ കാണുന്നത്. അപ്പോൾ മലനിരകൾ തീരാൻ പോകുന്നൊരു അവസ്ഥയാണ്. അങ്ങോട്ടേക്കൊക്കെ ചെറിയ മലകളാണ്. അതാണ് മൗണ്ട് ആബു. മൗണ്ട് ആബുവിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആ മുമ്പിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ശിരോഹി ജില്ലയിലേക്ക് ഈ വഴിയെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മരത്തണൽ കിട്ടിയപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് രാവിലെ കണ്ട ആ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ കുറച്ച് ഭക്ഷണം തന്നിരുന്നു. അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞിക്ക് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് പാലൊക്കെ കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അവൾക്ക് കുറച്ച് റസ്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. അവൾക്ക് റസ്ക് ഇഷ്ടമാണ്. അപ്പോൾ റസ്ക് കൊടുക്കുക. പെഡിഗിരി പിന്നെ കുറച്ച് കഴിഞ്ഞേ കൊടുക്കുന്നുള്ളൂ. വൈകിട്ട് മാത്രമേ ഇപ്പോൾ പെഡിഗിരി കൊടുക്കുന്നുള്ളൂ. കാരണം പെഡിഗിരി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ടും ദാഹിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇച്ച തൈരുണ്ട്. തൈരിപ്പോൾ അവൾ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് തൈരും കൊടുത്ത്, മുൻപ് പാല് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി കഴിഞ്ഞിട്ടേ തൈര് കൊടുക്കുന്നുള്ളൂ. പിന്നെ അവിടെ ആ ഒരു മെത്ത അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കും. അതുകൊണ്ട് അവൾക്ക് സുഖമായിട്ട് തണുത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പഴയ പോലെ ചൂടിൻ്റെ ആ ഒരു ക്ലൈമറ്റ് വ്യത്യാസം അവളെ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ വെള്ളം ഇതുപോലെ മരങ്ങൾ കിട്ടുമ്പോൾ മരത്തണലിൽ നിന്നിട്ട് വെള്ളം നനച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ബോഡി ഹീറ്റ് ആകുന്നില്ല. ഇതൊരു പുതിയ പമ്പാണ്. അങ്ങോട്ട് പോയാൽ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് ഈ മരത്തണലിൽ ഇരുന്നത്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പതിയെ യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, നമ്മൾ ശിരോഹിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോഴത്തേ കുഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് മോരൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേ നമ്മൾ നിൽക്കുന്നത് ഒരു പുഴയുടെ മുകളിലാണ്. ഇത് മഴക്കാലത്ത് വെള്ളം വരുന്ന ഒരു പുഴയാണ്. അപ്പോഴത്തേ അതിൻ്റെ 2 സൈഡിലും ആ മുൾച്ചെടികളാണ് നിൽക്കുന്നത്. മരുഭൂമിയാണ്. മരുഭൂമിയിലെ കാഴ്ചയെല്ലാം ഒരുപോലെയാണ്. ഈ മുൾച്ചെടികളാണ് പ്രധാനമായിട്ടും മലയുടെ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മൗണ്ട് ആബു മലനിരകളാണ് എൻ്റെ മുൻപിൽ കാണുന്ന അങ്ങകലെ കാണുന്ന ആ മലനിരകൾ. അത് ചുറ്റി വളഞ്ഞാണ് ഞാനിങ്ങോട്ട് വന്നത്. അതോടൊപ്പം തന്നെ ഈ നിൽക്കുന്ന മലയുടെ മുകളിൽ ഒരു വലിയ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഒരു ക്ഷേത്രം ആ മലയുടെ മുകളിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു നദിയുടെ സമീപത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെയെല്ലാം മണൽ വാരിയിട്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, മണൽ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം ട്രാക്ടറിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക്. അപ്പോൾ മൗണ്ട് ആബു മലനിരകളുടെ ഒരു സൈഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ മലയാണ്. ഇത് അവിടെ കൊണ്ട് തീരുകയാണ്. ഇത് കണ്ടോ, ആ അപ്പുറത്തെ മലയുടെ ആ ഭാഗം കൊണ്ട് തീരുവാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ശിരോഹിക്ക് ഇനി 13 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഗുജറാത്തിലെ പോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിലെ പോലെ തന്നെ എല്ലാ ദിവസവും 5-6 പേര് നമ്മളെ ചായ കുടിക്കാൻ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ശിരോഹിയിലെത്തി ഏതെങ്കിലും പെട്രോൾ പമ്പിലോ ക്ഷേത്രത്തിലോ കിടക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് യാത്ര തിരിക്കുകയാണ്. ഏത് കണ്ടോ, അവിടെ ഗോതമ്പ് കൃഷി കഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഗോതമ്പ് കൃഷി കഴിഞ്ഞിട്ട് അത് വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണത്. ഇവിടുത്തെ ഗോതമ്പ് കൃഷിയുടെ കാലം കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ആവണക്കിൻ്റെ കൃഷിയാണ്. ഇത് കണ്ടോ, ആവണക്ക്, ചുമലത്തണ്ടോടുകൂടി നിൽക്കുന്ന ആവണക്ക്, അതിൻ്റെ കൃഷിയാണ് ഇനിയുള്ളത്. പിന്നെ നമുക്ക് എല്ലായിടത്തെയും പോലെ തന്നെ ഈ ട്രെയിലറുകളാണ് നമുക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നത്. അവർക്കൊന്നും ഒരു ലക്കില്ല കാനുമില്ലാത്ത ഓടിയതാണ്. ചിലപ്പോൾ ഒക്കെ ട്രാക്ടറൊക്കെ സൈഡ് കയറി വരും. ട്രെയിലറുള്ള ട്രാക്ടറുകൾ, അതൊക്കെ നമുക്ക് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. 1-2 നമുക്ക് ഇത് അപകട സാധ്യത കണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശിരോഹി ജില്ലയിലെ മൗണ്ട് ആബു ഏരിയയിൽ നിന്നും ശിരോഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു 4 കിലോമീറ്ററാണ് ടൗണിലേക്കുള്ളത്. ഈ ആശാപുര എന്ന ഒരു ഹോട്ടലിൽ വന്ന് ചോദിച്ചു. ഇതിനു മുമ്പുള്ള 2-3 ഹോട്ടലിൽ ഞാൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഹോട്ടലുകളുണ്ട്. അവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേനും അവിടെ കിടത്താനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. ആ പുറയിലൊക്കെ മലനിരകളൊക്കെ കാണുന്നുണ്ട്. അത് മൗണ്ട് ആബുവിൻ്റെ ഒരു സൈഡാണ്. ഈ സൈഡ് ആ സൈഡും ചേരുമ്പോഴാണ് മൗണ്ട് ആബു ആകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ടവറൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ അത്യാവശ്യം അപ്ലോഡ് ചെയ്യാനും നെറ്റ്വർക്കൊക്കെ കിട്ടും. ഇവിടെ നെറ്റ്വർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ജയശ്രീ ആശാപുര എന്നുള്ള ഹോട്ടൽ. അതൊരു ധാബ മോഡലിലുള്ള ഹോട്ടൽ. ഹൈവേയിലുള്ള ഹോട്ടലുകളെല്ലാം ധാബ മോഡലിലാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോഴത്തേനും കുഴപ്പമില്ല, ഇവിടെ കിടക്കാനുള്ള സൗകര്യം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ
ഒരുപാട് ചെടികളും കിളികളും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് കിളികളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. കുഞ്ഞി സൈക്കിളും തേണ്ടിയിരിപ്പുണ്ട്. കുഞ്ഞിക്കിപ്പോൾ ഫുഡ് കൊടുത്തിട്ട് അവളെ തിരിക്കുകയാണ്. അവൾ കഴിച്ചു കേട്ടോ, ഫുഡ് കഴിച്ചിട്ടുണ്ട്. നല്ല ഇരുട്ടാണ് ഇവിടെ ലൈറ്റൊക്കെ കുറവാണ്. അപ്പോഴത്തെ ഈ ഭാഗത്ത് ടെൻറ്റിട്ട് ഇവിടെ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ഇനി ശിരോഹി ടൗണിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അടുത്തെല്ലാം ഹോട്ടലുകളാണ്, പക്ഷേ അവർക്കൊക്കെ താല്പര്യമില്ലാത്ത കേസാണ് ഇങ്ങനെയുള്ള യാത്രക്കാരെ കിടത്തുക എന്നുള്ളത്. അപ്പം ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ ശിരോഹിയിലെ കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്, ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു സെൻറ്റ് പോൾസ് സെക്കൻഡറി സ്കൂളുണ്ട് ശിരോഹിയിൽ. അത് നമ്മുടെ മലയാളി ഫാദേഴ്സ് നടത്തുന്നതാണ്. പക്ഷേ ഞാനവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ഫാദർ ഇല്ലെന്നാണ് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്ന ഗേറ്റിൽ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഇതിനു മുൻപ് ഞാൻ ഗുജറാത്തിലെ 1-2 സ്കൂളുകളിൽ ചെന്നപ്പോഴും ഇത് തന്നെയാണ് നമുക്ക് അവസ്ഥയുണ്ടായത്. നമുക്ക് ജസ്റ്റ് ഒരു മലയാളി ഉണ്ടല്ലോ, ഒരു ഫാദർ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഫാദർ ഇല്ല, ഫാദർ മീറ്റിങ്ങിലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഫാദറിനെ ഇന്നലെ കണ്ടവരുണ്ട് കേട്ടോ. ആ നാട്ടുകാരാണ് എന്നോട് പറഞ്ഞു വിട്ടത്. കാരണം അവരുടെയൊക്കെ മക്കൾ ഇവിടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടെ വന്ന ആളുകളാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ ഫാദർ ഇവിടെ ഉണ്ട്, ഒന്ന് പോയി കാണാൻ പറഞ്ഞ്. നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതല്ലേ, ഒന്ന് പോയി കാണാൻ പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഗുജറാത്തിൽ 1-2 സ്ഥലങ്ങളിൽ പോയി പെട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ചവിട്ടി അവിടെ വരെ ചെന്നു. അവിടെ ഗേറ്റിൽ ആൾ പറഞ്ഞു ഫാദർ ഇല്ല, സിസ്റ്റേഴ്സും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ടീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവരോട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഓക്കെ, അപ്പം സീറോ മലബാർ സഭയുടെ ആണെങ്കിലും ലത്തീൻ കത്തോലിക്ക സഭയുടെ ആണെങ്കിലും ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഈ അനുഭവമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ ഒന്നും വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാലും അനുഭവം ഗുരു. ക്രിസ്ത്യാനിയായി എനിക്ക് ഈ പണിയാണ് കിട്ടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് പണിയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ പതിയെ യാത്ര മുന്നോട്ട് ജോധ്പൂരിന്. കുറഞ്ഞ വർഷം അവിടെ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്ന ആൾ കേരളത്തിൽ നിന്നാണെന്നുള്ള ഒരു ബോർഡിലും വായിച്ചിട്ട് ഫാദറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു മനുഷ്യത്വം പോലും ഇവിടെയൊന്നും ആർക്കുമില്ല. അത് നമ്മൾ ഗുജറാത്തിലും ഇവിടെ രാജസ്ഥാനിലും അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്ത്യൻ സ്കൂളുകൾ തപ്പിപ്പോകുന്ന പരിപാടി ഇതോടെ നിർത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ആളുകളാണ്, ഇവിടുത്തെ ഗ്രാമവാസികളാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ചെല്ല്, ഫാദർ നല്ല ആളാണ് എന്നൊക്കെ പറയുന്നത്. അത് കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അനുഭവം ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ഫാദേഴ്സൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആന്ധ്രയിൽ മാത്രമാണ് നമ്മളൊരു സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് താമസിച്ചത്. അത് നമ്മുടെ ചാവറയച്ചൻ്റെ നാമധേയത്തിലുള്ള CMC സഭയിൽപ്പെട്ട സിസ്റ്റേഴ്സാണ്, തൃശ്ശൂരുകാരാണ്. അവിടെ മാത്രമാണ് നാട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ 1-2 ദിവസം അവിടെ തങ്ങുകയും എൻ്റെ സൈക്കിൾ നന്നാക്കാൻ പറ്റുകയും ഒക്കെ ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ശരി, നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ജോധ്പൂരിനാണ് യാത്ര. അപ്പോൾ ഇവിടുത്തെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ്. ഒരു മരങ്ങളുടെ അപ്പുറം കൃഷിഭൂമിയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഈ കൃഷിസ്ഥലത്ത് ആളുകളൊക്കെ നിൽക്കുന്നത് കാണാം. കൂടുതലും ആവണക്കിൻ്റെ കൃഷിയാണ്. കാരണം ഈ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഇവർ കൃഷി മാറുന്നത്. ഇത് കാട് ഏരിയയാണ്. കാടിൻ്റെ മുഴുവൻ സൈഡും ഇതുപോലെ വലിയ വാളുകൾ കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ 3-4 ദിവസമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി വലിയ മതിലുകളാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള ചാലുകളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കമ്പി ഇടാനുള്ളതാണ്. അത് ചിലയിടത്തൊക്കെ കമ്പിയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു, മൃഗങ്ങൾ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതുവഴി ഇനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാലി എന്ന സ്ഥലത്തേക്ക് ഇനി 140 കിലോമീറ്റർ ആണുള്ളത്. ചൂട് കൂടുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാറ്റുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സൈഡിൽ മുഴുവൻ ഈ ആര്യവേപ്പിൻ്റെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഹൈവേയിൽ പായുന്ന ട്രെയിലറുകളുടെ ഇടയിലൂടെ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെല്ലാം വലിയ മലനിരകളാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ മനോഹരമായ പ്രദേശത്തൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ വന്ന വഴിക്ക് ശിരോഹിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു ഫുട്ബോൾ സ്റ്റേഡിയവും ഒരു ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയവും ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും നിർമ്മിച്ചിട്ടിരിക്കുന്നു. ഇവിടുത്തെ കുട്ടികൾ കളിച്ചു വളരാനുള്ള ഒരു മാർഗം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് കുട്ടികൾ കളിക്കാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ രാവിലെ ഓടാൻ വരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഈ മലയുടെ താഴ്വാരത്ത് അവിടെയൊക്കെ ക്വാറികളാണ് കേട്ടോ, മാർബിൾ ക്വാറികളാണ്. അവിടെ കട്ട് ചെയ്യുന്നതിൻ്റെ പുക പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ കളിച്ചു വളരുന്ന കുട്ടികളാണുള്ളത്. എൻ്റെ നാട്ടിൽ പണ്ട് ഞാനൊക്കെ കളിച്ചു വളർന്ന ഒരു സ്റ്റേഡിയമുണ്ട്. ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിനോടനുബന്ധിച്ച് ഒരു സ്റ്റേഡിയമായിരുന്നു. മുൻകാലത്ത് എന്തോ സമ്പൂർണ്ണ വനവൽക്കരണ പരിപാടി എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പരിപാടി വന്നപ്പോഴത്തേനും ആ സ്റ്റേഡിയം നിറച്ച് കുട്ടികൾ കളിച്ചു വരേണ്ട ആ സ്റ്റേഡിയം നിറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച മെമ്പറുള്ള നാടാണ് എൻ്റെ നാട്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ കളിച്ചു വളരേണ്ട പ്രായത്തിൽ അവർ മറ്റു തരത്തിലുള്ള പരിപാടികൾക്ക് പോകുന്നതിന് കാരണം തന്നെ ഇതുപോലുള്ള പിന്തിരിപ്പന്മാരായ ആളുകൾ ജനപ്രതിനിധികളാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് കണ്ടു നോക്ക്, ഇവിടെയൊക്കെ വലിയ സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ പലയിടത്തും ഞാൻ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പം ഈ ഉയരമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സമ്പൂർണ്ണ വനവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാമ്പ് കയറുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. നല്ലൊരു സ്റ്റേഡിയമായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ അത് നന്നായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ധാരാളം കുട്ടികൾക്ക് പ്രതിഭകളാകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തെ ഈ കാഴ്ചകൾ, അതോടൊപ്പം തന്നെ അവിടെയെല്ലാം ഗോതമ്പ് കൃഷിയും ആവണക്കിൻ്റെ കൃഷിയും ചോളക്കൃഷിയും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അങ്ങേ സൈഡിൽ ഇത് നമ്മുടെ ബാജ്രയുടെ കൃഷി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിപ്പാടവും ഈ സ്റ്റേഡിയവും ഒക്കെ കണ്ട് നമ്മുടെ സങ്കടമൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, മലനിരകളുടെ അടിവാരത്തൂടിയാണ് നമ്മുടെ യാത്ര. ഇതൊരു ചെറിയ ഗ്രാമമാണ്, 100-400 വീടുള്ള ഒരു ചെറിയ ഗ്രാമം. ഈ ആടുകളെ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കാരണം വഴിയിൽ ആട് മേയ്ക്കുന്ന ആളുകളെ കാണാൻ പറ്റുമെന്നാണ് മുൻപിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുക. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.